ഒരു കാലത്ത് എനിക്കൊരായിരം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ നിന്നെ അറിയണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിൽ അവയെല്ലാം ഉരുകിയൊലിഞ്ഞുപോയി. പ്രശസ്ത സൂഫി ഗുരു ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകളാണിത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വായിക്കപ്പെട്ട സൂഫി ഒരുപക്ഷെ ജലാലുദ്ദീൻ റൂമി മാത്രമായിരിക്കും. എന്താണ് സൂഫിസം എന്ന് അന്വേഷിച്ചിറങ്ങാൻ പലരെയും പ്രേരിപ്പിച്ച പേരുകൂടിയാണ് റൂമി എന്നത്. അദ്ദേഹത്തെ വെറുമൊരു കവിയായി കാണുന്നവരാണ് കൂടുതൽ പേരും. റൂമിയുടെ കവിതയിൽ എല്ലാം മുഴച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയാണ്. എന്തായിരുന്നു റൂമിയുടെ ഫിലോസഫി? ആരായിരുന്നു മൗലാന ജലാലുദ്ദീൻ റൂമി? ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് റൂമിയുടെ ആഴമുള്ള ലോകത്തെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. സൂഫി ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ സൂഫി ഗുരുവാണ് റൂമി. മൗലവി തുരീക്കത്തിൻ്റെ അഥവാ ആത്മീയ സരണിയുടെ ഉപജ്ഞാതാവാണ് റൂമി. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥമായ മസ്നവി വിശ്വസാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. മുസ്ലിം ലോകം റൂമിയെ വിളിക്കുന്നത് മൗലവി മഅനവി എന്നാണ്, അഥവാ എല്ലാം തികഞ്ഞ പണ്ഡിതൻ എന്ന്. എന്നിരുന്നാലും സാമ്പ്രദായിക മതബോധത്തിന് വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു റൂമിയുടെ പല അധ്യാപനങ്ങളും. പല മതപണ്ഡിതരും റൂമിയെ കണിശമായി വിമർശിച്ചിട്ടുണ്ട്. അഖീദ പണ്ഡിതരിൽ പ്രധാനിയായിരുന്ന സഅദുദ്ദീൻ തഫ്തസാനി അവരിൽ പ്രധാനിയാണ്. എന്തുകൊണ്ടാണ് റൂമി വിമർശിക്കപ്പെട്ടതെന്ന് വീഡിയോ മുൻപോട്ട് പോകുന്തോറും നിങ്ങൾക്ക് മനസ്സിലാകും. ക്രിസ്തു വർഷം 1207 റൂമി ജനിച്ചത്. ഇന്ന് ഇറാൻ എന്നറിയപ്പെടുന്ന പേർഷ്യൻ പ്രവിശ്യയായ ബർക്ക് എന്ന സ്ഥലത്താണ് റൂമി ജനിച്ചത്. ഇറാനികൾ ഇപ്പോഴും വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും റൂമി ഇറാനിയനാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പേർഷ്യൻ ഭാഷയിലായതുകൊണ്ടും ജനിച്ചത് പേർഷ്യൻ പ്രവിശ്യയിലായതുകൊണ്ടുമാണത്. എന്നാൽ തുർക്കിക്കാർക്ക് റൂമി തുർക്കിക്കാരനാണെന്ന് പറയാനാണ് ഇഷ്ടം. റൂമിയുടെ കൗമാരകാലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം തുർക്കിയിലെ അനത്തോലിയയിലേക്ക് താമസം മാറിയതാണ് ഇതിന് കാരണം. അന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു തുർക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് റൂമി എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. എന്തുതന്നെയായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. സുൽത്താനുൽ ഉലമ അഥവാ പണ്ഡിതരുടെ രാജാവ് എന്ന് പേർഷ്യക്കാർക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ബവാബുദ്ദീൻ വലദായിരുന്നു റൂമിയുടെ പിതാവ്. ആ നാട്ടിലെ പ്രശസ്തനായിരുന്നു അദ്ദേഹം. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ റൂമിയുടെ പിതാവ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ഈ പ്രഭാഷണം കേൾക്കാൻ ഭരണാധികാരികൾ പോലും വന്നിരുന്നതായി ചരിത്രം പറയുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും റൂമിയുടെ കൗമാരത്തിൽ തന്നെ റൂമിയുടെ കുടുംബത്തിന്റെ ജന്മനാടായ പേർഷ്യ വിടേണ്ടി വരുന്നുണ്ട്. മംഗോളിയൻ ആക്രമണ ഭീഷണിയാണ് ഇതിന് കാരണമെന്നാണ് പ്രബലമായ അഭിപ്രായം. ആദ്യം ബാഗ്ദാദിലേക്ക് മാറിയ കുടുംബം പിന്നീട് അനത്തോലിയ സുൽത്താന്റെ ക്ഷണപ്രകാരം അനത്തോലിയയിലേക്ക് താമസം മാറുകയായിരുന്നു. സ്വന്തം പിതാവ് തന്നെയായിരുന്നു റൂമിയുടെ ആദ്യ ഗുരു. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും പിതാവ് റൂമിക്ക് നൽകി. പിന്നീട് റൂമിയുടെ ഗുരുവാകുന്നത് ബുർഹാനുദ്ദീൻ മുഹക്കിക് എന്ന പണ്ഡിതനാണ്. തന്റെ 24 വയസ്സുവരെ റൂമി മുഹക്കിക്കിന് കീഴിൽ ശിക്ഷണം തുടർന്നു. ഈ സമയത്താണ് പിതാവ് വലത് മരണപ്പെടുന്നത്. പിതാവിന്റെ മരണശേഷം റൂമി വിദ്യാഭ്യാസ ആവശ്യത്തിനായി സിറിയയിലേക്ക് പോയി. അവിടെ നിന്ന് ഖുർആൻ വ്യാഖ്യാനം, പ്രവാചകചര്യ, കർമ്മശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത എന്നീ വിഷയങ്ങളിലെല്ലാം അഗാധ പാണ്ഡിത്യം റൂമി ആർജിച്ചു. ദമസ്കസിലെ ഹലാരിയ യൂണിവേഴ്സിറ്റിയിലും റൂമി 7 വർഷം പഠിച്ചു. രസകരമായ കാര്യമെന്തെന്നാൽ തന്റെ 40-ാം വയസ്സിലും റൂമി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സിറിയയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ റൂമി പിന്നീട് അധ്യാപനവും പ്രബോധനവും ജീവിത ദൗത്യമായി കണ്ട് ആ വഴിയിൽ ജീവിച്ചു. ഒരേ സമയം 400ഓളം വിദ്യാർത്ഥികൾ റൂമിക്കുണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. അങ്ങനെ അധ്യാപനവും പ്രബോധനവുമായി ജീവിച്ചിരുന്ന സമയത്താണ് റൂമിയുടെ ജീവിതം കീഴ്മേൽ മറിച്ചൊരു കണ്ടുമുട്ടൽ ഉണ്ടാകുന്നത്. ആ കണ്ടുമുട്ടൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആരും റൂമിയെ അറിയുമായിരുന്നില്ല. അനേകം മതപണ്ഡിതന്മാരെ പോലെ റൂമിയും ആരാരും അറിയാതെ മൺമറഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച എല്ലാം കീഴ്മേൽ മറിച്ചു. ഷംസു തബ്രീസ് എന്ന അവധൂതനുമായുള്ള കൂടിക്കാഴ്ചയാണ് റൂമിയെ നമ്മൾ ഇന്നറിയുന്ന റൂമിയാക്കി മാറ്റിയത്. ഒരു സൂഫി ദർവേഷായിരുന്ന തബ്രീസ് അലഞ്ഞലഞ്ഞു ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. സത്രങ്ങളിൽ തങ്ങുമ്പോൾ അവിടെ വരുന്നവർക്ക് അരപ്പട്ട നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു ഷംസിന്റെ ഏക വരുമാന മാർഗം. അങ്ങനെ അലഞ്ഞലഞ്ഞ് ഷംസ് റൂമിയുടെ നാട്ടിലെത്തുന്നു. റൂമിയുമായുള്ള കൂടിക്കാഴ്ച പലതരത്തിൽ ചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട്. ഒരു വേർഷൻ ഇങ്ങനെയാണ്: ഒരുപാട് പുസ്തകക്കെട്ടുകൾക്കരികിൽ ഇരുന്ന് റൂമി വായിക്കുമ്പോൾ ഷംസ് അതുവഴി വരുന്നു. റൂമിക്കരികിലെത്തിയ ഷംസ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഷംസിനെ അടിമുടി
നോക്കിയ റൂമി പുച്ഛത്തോടെ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന്. ഉടനെ ഷംസ് ആ പുസ്തകങ്ങളെല്ലാം എടുത്ത് അടുത്തുള്ള അക്കുളത്തിലേക്കിട്ടു. റൂമി അതെല്ലാം ഉടനെ തന്നെ വാരിയെടുത്തു. എന്നാൽ അതിൽ ഒന്നുപോലും നനഞ്ഞിരുന്നില്ല. അത്ഭുതത്തോടെ റൂമി ഷംസിനോട് ചോദിച്ചു, എന്താണിത്? ഷംസ് മറുപടി പറഞ്ഞു, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന്. മറ്റൊരു വേർഷനിൽ പുസ്തകം നനയുന്നതിനു പകരം തീ പിടിക്കുന്നതാണ്. അങ്ങാടിയിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ച എന്നും പറയുന്നവരുണ്ട്. എന്തു തന്നെയായാലും റൂമി ഷംസിനെ കണ്ടു എന്നുള്ളതാണ് കാര്യം. റൂമി ഷംസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി. 40 ദിവസം തുടർച്ചയായി ഒരു മുറിയിൽ ഷംസും റൂമിയും പുറത്തിറങ്ങാതെ കഴിഞ്ഞു എന്ന് റൂമിയുടെ ശിഷ്യനായ സിപ്പാഹ് സലാർ രേഖപ്പെടുത്തുന്നുണ്ട്. ദീർഘ ചർച്ചയിൽ മുഴുകിയിരുന്ന റൂമിക്കും ഷംസിനും വേണ്ടി ഭക്ഷണം മുറിയിൽ എത്തിച്ചിരുന്നത് റൂമിയുടെ ശിഷ്യന്മാരായിരുന്നു. എന്നാൽ ഈ സഹവാസം റൂമിയുടെ കുടുംബക്കാർക്കും ശിഷ്യന്മാർക്കും ഇഷ്ടമായില്ല. അവരിൽ നിന്ന് റൂമിയെ അകറ്റാൻ എവിടെ നിന്നോ വന്ന മന്ത്രവാദിയായാണ് അവർ ഷംസിനെ കണ്ടത്. റൂമിയുടെ മക്കളും ശിഷ്യന്മാരും ഷംസിനെതിരെ തിരിഞ്ഞു. ഷംസിനെ റൂമിയിൽ നിന്ന് അകറ്റാൻ അവർ പല പ്ലാനുകളും നടപ്പാക്കി. തൽഫലമായി ഒരു സുപ്രഭാതത്തിൽ ഷംസ് ആ ഗ്രാമം വിട്ടുപോയി. വിരഹത്തിലായ റൂമി എല്ലായിടത്തും ഷംസിനെ തേടി അലഞ്ഞു. തന്റെ സ്വത്തം മറന്ന് ഒരു ഭ്രാന്തനെ പോലെ ഷംസിനായി റൂമി ഗ്രാമങ്ങളിലൂടെ അലഞ്ഞു. ഒടുവിൽ ദമസ്കസിൽ നിന്ന് റൂമിയെ തേടി ഷംസിന്റെ കത്ത് വന്നു. റൂമിയുടെ അഭ്യർത്ഥന പ്രകാരം മകൻ സുൽത്താൻ വലതും ശിഷ്യരും ദമസ്കസിലേക്ക് പുറപ്പെട്ടു. അവർ പിതാവിന്റെ വിഷമം മനസ്സിലാക്കി വീണ്ടും ഷംസിനെ റൂമിക്കരികിൽ എത്തിച്ചു. ഷംസിന്റെ ആഗമനത്തോടെ റൂമി വീണ്ടും സന്തോഷവാനായി കാണപ്പെട്ടു. പക്ഷേ റൂമിയുടെ മറ്റൊരു മകനായ അലാവുദ്ദീൻ ഛൽപിക്ക് ഷംസ് തിരികെ വന്നത് ഇഷ്ടമായില്ല. അയാളും കൂട്ടരും വീണ്ടും ഷംസിനെതിരെ തിരിഞ്ഞു. ഷംസിനെ വീണ്ടും ഒരു സുപ്രഭാതത്തിൽ ഗ്രാമത്തിൽ നിന്ന് കാണാതായി. പിന്നീട് ഒരിക്കലും ഷംസിനെ റൂമിയോ ആ ഗ്രാമമോ കണ്ടിട്ടില്ല. റൂമി വീണ്ടും വിരഹത്തിലേക്ക് വഴുതി വീണു. റൂമിയുടെ മകൻ അലാവുദ്ദീൻ കൊന്നതാണ് ഷംസിനെ എന്നും ഒരു വിഭാഗം ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട്. ഷംസിനെ നഷ്ടമായ ആ വിരഹത്തിൽ നിന്നാണ് റൂമി ദിവാനെ ഷംസ് തബ്രീസ് എന്ന ഗ്രന്ഥം രചിക്കുന്നത്. കേവലം ദിവസങ്ങൾ മാത്രമുള്ള സഹവാസം കൊണ്ട് ഷംസ് തബ്രീസിൽ നിന്ന് പകർന്നു കിട്ടിയ ആധ്യാത്മിക പാഠങ്ങൾ റൂമി തന്റെ ശിഷ്യർക്കും പകർന്നു കൊടുത്തു. ആ ദർശനമാണ് പിന്നീട് മൗലവി ത്വരീഖത്തായി പരിണമിച്ചത്. സംഗീതവും നൃത്തവും ആത്മീയാനന്ദത്തിന്റെ വഴികളായി കണ്ടുകൊണ്ടുള്ളതായിരുന്നു റൂമിയുടെ ത്വരീഖത്ത്. ഇന്ന് സൂഫിസത്തിന്റെ മുഖമുദ്രയായി മാറിയ ഈ നൃത്തം റൂമിയുടെ സംഭാവനയാണ്. സമ എന്നാണ് ഈ നൃത്തത്തിന്റെ പേര്. പല ഘട്ടത്തിലുള്ള നിരവധി ആത്മീയ പരിശീലനങ്ങൾക്കപ്പുറമേ ഈ നൃത്തം ചെയ്യാനുള്ള അർഹത കൈവരിക്കാനാകൂ. നൃത്തത്തോടൊപ്പം സംഗീതത്തെയും അത്യാനന്ദത്തിലേക്കുള്ള വഴിയായി റൂമി കണ്ടു. പേർഷ്യൻ ഭാഷയിൽ നിരവധി ഗസലുകൾ അദ്ദേഹം രചിച്ചു. സമ എന്ന നൃത്തത്തോടൊപ്പം ഈ ഗസലുകളും ആത്മീയാന്വേഷികളുടെ വിഷപ്പകറ്റി. മറ്റു മുസ്ലിം തത്വചിന്തകന്മാരെ പോലെ ക്രമാനുഗതമായി തന്റെ ചിന്തകൾ എഴുതിവെച്ച പണ്ഡിതനല്ല റൂമി. ഒരു ഹെഡിങ്ങിന് താഴെ അദ്ദേഹം ഒരു തത്വചിന്തകളും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഫിലോസഫികളെല്ലാം ലീനമായി കിടക്കുന്നത് അദ്ദേഹത്തിന്റെ കവിതകളിലും പ്രഭാഷണങ്ങളിലുമാണ്. മസ്നവി എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗ്രന്ഥത്തിലാണ് ഏറ്റവും കൂടുതലായി അദ്ദേഹത്തിന്റെ ആശയലോകം കാണാനാവുക. ഈ പ്രപഞ്ചത്തെ അദ്ദേഹം നോക്കിക്കാണുന്നത് രണ്ടു തലങ്ങളിലായാണ്. ഒന്ന് സ്ഥൂലം, രണ്ട് സൂക്ഷ്മം. മനുഷ്യന് റൂമി കാണുന്നത് സൂക്ഷ്മ പ്രപഞ്ചമായാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരവും ഉൾക്കൊള്ളുന്നവനാണ് ഒരു മനുഷ്യൻ. എന്നാൽ അത് അറിയൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു മനുഷ്യൻ ആദ്യം അറിയേണ്ടത് അവനവനെ തന്നെയാണ്. അപ്പോൾ മാത്രമേ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അവന് മുന്നിൽ തുറക്കുകയുള്ളൂ. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമേ അവനെ ദൈവത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അതായത് ദൈവത്തെ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ അറിയണമെന്ന് സാരം. പ്രപഞ്ചത്തിന്റെ ഏതൊരു വസ്തുവിന്റെയും അസ്തിത്വം സ്പിരിച്വൽ ആണെന്നാണ് റൂമി പറയുന്നത്. കാലം അഥവാ സമയത്തോടൊപ്പം ഈ ആത്മീയ അസ്തിത്വങ്ങളും നിലനിൽക്കുന്നു. വസ്തുക്കളോ പേരുകളോ ഉണ്ടാകുന്നതിന് മുൻപ് ഈ ആത്മീയ അസ്തിത്വങ്ങൾ നിലനിന്നിരുന്നു. ആ അസ്തിത്വങ്ങളാകട്ടെ ദൈവിക ചൈതന്യത്തിൽ നിന്ന് കവിഞ്ഞൊഴുകിയിട്ടുള്ളതാകുന്നു. അതായത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഉള്ള, ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലാ മനുഷ്യരും വസ്തുക്കളും നാമങ്ങളും ദൈവിക ചൈതന്യത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. പിന്നീട് റൂമി പറയുന്നത് ഇവയെല്ലാം സദാസമയം അതിന്റെ പ്രഭാവസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ വെമ്പൽ കൊള്ളുന്നു എന്നാണ്. റൂമി കവിതയിലൂടെ പറയുന്നത് ഇങ്ങനെ: ഉറവിടമായ മുളയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട തണ്ടിന്റെ വേദനയാണ് ഓടക്കുഴലിൽ നിന്ന് ഒഴുകുന്ന സംഗീതം. ഈ വേദന പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും പങ്കിടുന്നുണ്ടെന്നാണ് റൂമി പറയുന്നത്. അവനാകുന്നു നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവൻ എന്ന ഖുർആൻ വചനത്തിന്റെ വെളിച്ചത്തിൽ റൂമി പ്രപഞ്ചത്തിലെ സകല ഉണ്മകളുടെയും പ്രഭവസ്ഥാനം ഒന്നാണെന്ന് സമർത്ഥിക്കുന്നു.
അതായത് ഒരു കെട്ടിടത്തിലേക്ക് സൂര്യപ്രകാശം വിവിധ വാതിലുകളിലൂടെയും ജാലകങ്ങളിലൂടെയും പ്രവേശിക്കുമ്പോൾ ആ വെളിച്ചത്തെ പല ആകൃതിയിലും നമ്മൾ കാണുന്നു. എന്നാൽ അതെല്ലാം ഒരേ പ്രകാശം തന്നെയാണ്. ഇതുപോലെയാണ് വസ്തുക്കളെ നാം പലതായി കാണുന്നതെന്നാണ് റൂമി പറയുന്നത്. പ്രപഞ്ചത്തിന് ശേഷം റൂമി ഏറെ എഴുതിയിട്ടുള്ളത് കാലത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു. കാലം ആപേക്ഷികമാണെന്നാണ് റൂമിയുടെ നിരീക്ഷണം. സമയം എന്നത് ഏകമാണെന്നും ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ മനുഷ്യൻ നടത്തുന്ന വിഭജനങ്ങൾ മാത്രമാണെന്നും റൂമി പറയുന്നു. സ്ഥലം, കാലം എന്നിവയെക്കുറിച്ചുള്ള മിഥ്യാധാരണകളാണ് പ്രപഞ്ചത്തെയും അതിലെ വസ്തുക്കളെയും വെവ്വേറെ കാണാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതെന്ന് റൂമി പറയുന്നു. പ്രപഞ്ചത്തിന്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന സൃഷ്ടിയാണ് മനുഷ്യനെന്നാണ് റൂമിയുടെ ചിന്ത. മനുഷ്യ മനസ്സ് സൂക്ഷ്മ പ്രപഞ്ചവും അവന്റെ ബാഹ്യരൂപം സ്ഥൂല പ്രപഞ്ചത്തെയും പ്രതിനിധീകരിക്കുന്നു. പ്രപഞ്ചം ഏക ഉണ്മയായതിനാൽ മനുഷ്യനും ആ ഉണ്മയുടെ ഭാഗമാണ്. ഏകത്വത്തിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. ഈ യാത്രയിലെ തടസ്സങ്ങളെയാണ് റൂമി ഇബ്ലീസ് അഥവാ ചെകുത്താനായി കാണുന്നത്. മനുഷ്യനിലെ ബാഹ്യ പ്രപഞ്ചം മാത്രം ദർശിച്ചയാളാണ് ഇബ്ലീസ്. അതുകൊണ്ടാണ് അവൻ ആദിമ മനുഷ്യനായ ആദമിനു മുന്നിൽ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചത്. പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം പൂർണ്ണമായി കാണാൻ കഴിയാത്തയാളാണ് ഇബ്ലീസ്. ബാഹ്യ പ്രപഞ്ചം മാത്രമേ അവൻ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇബ്ലീസിനെ ഒറ്റക്കണ്ണനെന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ട് കണ്ണുകൊണ്ടും കാണാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഏകത്വത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതായത് ഒരേ സമയം സൂക്ഷ്മ പ്രപഞ്ചവും സ്ഥൂല പ്രപഞ്ചവും കാണാനും തിരിച്ചറിയാനും കഴിയണം. ഇബ്ലീസിനെ പോലെ ഒറ്റക്കണ്ണാൽ യാഥാർത്ഥ്യം കാണുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അകൽച്ചയാണ് ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ പതനം അഥവാ വേദന. മതത്തെക്കുറിച്ച് റൂമി പറയുന്നത്, അറിയാത്ത എന്തോ ഒന്നിലുള്ള അന്ധമായ വിശ്വാസമല്ല മതം, ആത്മാവിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള വിശ്വാസമാണ് മതമെന്നാണ് റൂമി പറയുന്നത്. നിയമങ്ങളിൽ നിന്നല്ല മതമുണ്ടാകുന്നത്. മനുഷ്യൻ തന്നിലെ സ്നേഹത്തെയും ഉൾക്കാഴ്ചയും പിന്തുടരുമ്പോൾ സാർവലൗകികമായ നിയമത്തിൽ എത്തിച്ചേരുകയാണെന്നാണ് റൂമി പറയുന്നത്. അതായത് ഒരു ഭാഷയുടെ ഗ്രാമർ അല്ല ഭാഷയെ ഉണ്ടാക്കുന്നത്, നേരെ മറിച്ച് ആ ഭാഷയെ അപഗ്രഥിക്കുമ്പോഴാണ് അവിടെ ഗ്രാമർ ഉണ്ടാക്കുന്നത്. ഇതുപോലെയാണ് മതങ്ങളിലെ നിയമങ്ങൾ എന്നാണ് റൂമി പറയുന്നത്. മതത്തെ സാർവലൗകിക മതമായാണ് റൂമി നോക്കിക്കാണുന്നത്. ആ സാർവലൗകിക മതത്തിന്റെ സാരമാകട്ടെ സ്നേഹമാണ് താനും. സ്നേഹത്തെ ആത്മാവിന്റെ ഭാഷയായാണ് റൂമി കാണുന്നത്. സ്നേഹത്തിന്റെ പ്രഭവസ്ഥാനവും മടക്കസ്ഥാനവും ദൈവമാണ്. മതത്തെ വേലിക്കെട്ടായി കാണാതെ സാധ്യതകളായാണ് റൂമി കാണുന്നത്. മതം, ദൈവം, ഫിലോസഫി, പ്രപഞ്ചം തുടങ്ങിയ പേരുള്ളതും ഇല്ലാത്തതുമായ എല്ലാം ഒരു മനുഷ്യന്റെ മനസ്സെന്ന ആന്തരിക പ്രപഞ്ചത്തിലേക്കാണ് റൂമി എത്തിക്കുന്നത്. ദൈവത്തെ മസ്ജിദിലും പള്ളിയിലും അമ്പലത്തിലുമൊന്നും കാണില്ലെന്നും അവൻ കുടികൊള്ളുന്നത് നിന്റെ മനസ്സിൽ തന്നെയാണെന്നും അർത്ഥം വരുന്ന നിരവധി കവിതകൾ റൂമി എഴുതിയിട്ടുണ്ട്. 1273 റൂമി മരണപ്പെടുന്നത്. ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചിന്തകന്റെ ജീവിതവും ചിന്തകളുമായി വീണ്ടും കാണാം. നന്ദി.